ശബ്ദത്തിന് നമ്മളിൽ അസാധ്യമായിട്ടുള്ള സൃഷ്ടിക്കാനുള്ള സവിശേഷതയുണ്ട്. ശബ്ദം നമ്മളെ ഭാവി നമ്മൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ വരെ കൃത്യമായിട്ട് നമ്മൾക്ക് അതിന് അനുകൂലമായിട്ടുള്ള വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാനുള്ള സാധ്യത ശബ്ദത്തിലൂടെയുണ്ട്. ശബ്ദം നമുക്ക് നിരന്തരമായിട്ട് എൻഗേജ്ഡ് ആക്കുന്നുണ്ട്. നമ്മളെ നിരന്തരമായിട്ട് അറ്റൻഷന് കാരണമാകുന്ന ഒന്നാണ് ശബ്ദം. ശബ്ദം മനുഷ്യരുടെ മാത്രമല്ല, ശബ്ദം അന്തരീക്ഷത്തിലുള്ള ശബ്ദത്തെ ശ്രവിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ശബ്ദം ഒരിക്കലും നിലക്കുന്നില്ല. ശബ്ദത്തിൽ നിന്ന് ഒരിക്കലും കണ്ടാമിനേറ്റഡ് ആകത്തുമില്ല. ശബ്ദം നമ്മുടെ ഭാവിയും ഭൂതത്തെയും വൃത്തിയാക്കി തരുന്ന ഒന്നാണ്. ഭൂതത്തിലുണ്ടായിട്ടുള്ള അനർത്ഥങ്ങളെ വൃത്തിയാക്കും. ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നത്തെ ശബ്ദം കൊണ്ട് നമുക്ക് നേരത്തെ തന്നെ വൃത്തിയാക്കി നിലനിൽക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും. അങ്ങനെ ശബ്ദത്തിന് ഒട്ടനവധി സാധ്യതകളുണ്ട്. മനുഷ്യൻ്റെ ശബ്ദം മാത്രമല്ല, മനുഷ്യർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആകാശത്തിന് സ്ഥാനം കൊടുത്ത് നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കണം. നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കിയെടുത്താൽ ശബ്ദം കൊണ്ട് വൃത്തിയാക്കണം. എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും? മറ്റുള്ളവരെ കേൾക്കുമ്പോൾ അവരെ വിധിക്കാതെ കേൾക്കണം. ജഡ്ജ് ചെയ്യാതെ കേട്ട് കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ തലവുമായിട്ടുള്ള ബന്ധം വരും. അപ്പോഴേ ശരീരം അയഞ്ഞു വരും. കഴുത്തിൻ്റെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴുത്തിൻ്റെ മുകൾ ഭാഗം അത് ചെവിയുമായിട്ട് വളരെയേറെ ബന്ധമുള്ളതാണ്. ചെവി തുറന്നു വരണം. ചെവി തുറക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ കാൽപാദം തൊട്ട് ശിരസ് വരെ ശബ്ദത്തെ സ്വീകരിക്കാൻ വേണ്ടി ചെവി തുറക്കുകയാണ്. അതൊരു ഭയങ്കര വലിയ മിസ്റ്റിക്കൽ പവറാണ്. കഴുത്തിൻ്റെ പുറം ഭാഗത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൃത്യമായിട്ട് കഴുത്ത് ബലം പിടിച്ചിരിക്കുന്നവന് കഴുത്തിൻ്റെ പുറം ഭാഗത്ത് വേദന ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അവിടെ നമ്മൾ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശരീരം നിവർന്നു വരണം. അത് നെട്ടല് നിവർന്നു വന്നാൽ ഇല്ല, നെട്ടല് നിവർന്നു വന്നാൽ മാത്രമേ ഈ കഴുത്ത് ഭാഗം അയഞ്ഞു വരത്തുള്ളൂ. അല്ലാണ്ട് അയഞ്ഞു വരത്തില്ല. അല്ലാണ്ട് അയഞ്ഞു വരാൻ പറ്റത്തില്ല. എന്തല്ല, കഴുത്ത് ഭാഗം തെളിയണം എപ്പോഴും. എന്നാലേ ശബ്ദം എന്ന് പറയുന്ന അത്ഭുത ലോകവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകത്തുള്ളൂ. അപ്പം നിവർന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ കാൽപാദം പതിയുന്ന ഭാഗം എവിടെയാണ്? കാൽപാദം പതിയുന്നത് ശ്രദ്ധിക്കാൻ സാധിക്കണം. കാൽപാദം പതിയുന്നത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിവർന്ന് നിന്നേ പറ്റത്തുള്ളൂ. ശ്രദ്ധ കാൽപാദത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിവർന്ന് നിൽക്കണം. നിവർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ കാൽപാദത്തെ ശ്രദ്ധിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നടക്കത്തില്ല.